ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏകദേശം 1.5 വർഷത്തോളം കളിച്ച ഇന്ത്യൻ സൂപ്പർ താരമാണ് പ്രീതം കോട്ടാൽ. നമുക്കറിയാം, മോഹൻ ബഗാനിൽ നിന്നായിരുന്നു അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. ആകെ 1.5 സീസണുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞു. ആകെ 39 മത്സരങ്ങൾ ക്ലബിന് വേണ്ടി കളിച്ചു. ഗോളുകളൊന്നും നേടിയിട്ടില്ല. ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കി. ചെന്നൈയിൻ FC ആയിരുന്നു പിന്നീട് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ചെന്നൈയിലും പ്രതീക്ഷിച്ച പോലെ വലിയ ഒരു മികവൊന്നും പ്രീതം കോട്ടാൽ പിന്നീട് പുറത്തെടുത്തിട്ടില്ല. ഏതായാലും മറ്റൊരു വമ്പന്മാരായ ഈസ്റ്റ് ബംഗാൾ പ്രീതം കോട്ടാലിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മാർക്കസ് മെർഗുലാവോ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. ജയ് ഗുപ്തയെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തിന് വേണ്ടി ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നു എന്നായിരുന്നു മാർക്കസ് മെർഗുലാവോ പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമറാണ് ഇപ്പോൾ പ്രീതം കോട്ടാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ചെന്നൈയിൻ FC നിന്നും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നു. ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പ്രീതം കോട്ടാൽ കൊൽക്കത്തയിലേക്ക് തന്നെ മടങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം നേരത്തെ മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് കോട്ടാൽ. അവരുടെ ചിരവൈരികളാണ് ഈസ്റ്റ് ബംഗാൾ. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിനെ തിരഞ്ഞെടുക്കാൻ ഒരൽപ്പം പ്രീതം കോട്ടാലിന് മടിയുണ്ടാകും എന്നുള്ളതാണ്. മോഹൻ ബഗാനിലേക്ക് തിരിച്ചെത്താൻ തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് കോട്ടാൽ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ എന്ത് തീരുമാനമാണ് താരം കൈക്കൊള്ളുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വലിയ ഹൈപ്പോട് കൂടിയായിരുന്നു കോട്ടാൽ എത്തിയിരുന്നത്. പക്ഷെ ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.